ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ആയുർവേദം, യുനാനി, സിദ്ധ, അതുപോലെ തന്നെ ഹോമിയോപ്പതി എന്നീ ചികിത്സാ രീതികളൊക്കെ നമ്മുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറകളാണ്. തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ ഈ സമൂഹം നേരിടുന്ന ജീവിത ശൈലി രോഗങ്ങളോടുകൊണ്ട് നമ്മൾ വീർപ്പുമുട്ടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഒരുപാട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ്സാണ് ഇത്തരത്തിലുള്ള ഹെൽത്തി ക്യാമ്പയിനിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് പ്രതികളായിട്ടും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നിട്ടും പിന്നെ കുറച്ചൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും നമ്മുടെ ജനങ്ങളുടെ ഒരു ധാരണയോ എന്ന് എനിക്കറിയില്ല. 3 നേരവും ഭക്ഷണം കഴിക്കണം. രാവിലെയും നല്ല വയറ് നിറയെ കഴിക്കണം, ഉച്ചയ്ക്കും വയറ് നിറയെ കഴിക്കണം, രാത്രിയും വയറ് നിറയെ കഴിക്കണം എന്നതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു ധാരണ. എങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട്. ഒരു നേരം കഴിച്ചാലും ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണയാണ്. 3 നേരവും വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ആരോഗ്യക്കുറവുള്ള ഒരാളും ഉണ്ടാകാതിരിക്കാൻ പാടില്ല എന്നാണ് മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റി തരാൻ ഇന്നത്തെ ഈ പരിപാടിക്ക് ക്യാമ്പയിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് പെണ്ണഴകി